ബയോഫ്ലോഗിലേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചേർത്തലയിൽ 14 കിഴക്കുമാറി പൊതിക്കൽ എന്ന ഗ്രാമത്തിൽ നമ്മൾ ചേട്ടായുടെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ബയോഫ്ലോഗിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് യൂട്യൂബിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക, പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഷാരു ചേട്ടായുടെ വീട്ടിലാണ്. അതാണ് ബയോഫ്ലോഗ്. അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മളിരിക്കുന്ന ചേട്ടായുടെ വീട്ടിലാണെങ്കിൽ ബയോഫ്ലോഗ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്യാൻ പോണ. ചേട്ടാ, ഇതിന് എത്ര രൂപയായി നമുക്ക് ടോട്ടൽ എമൗണ്ട്? ഇതിപ്പം ഇവിടെ കിടക്കുന്ന ഒരു 5 മീറ്ററിൻ്റെ ഒരു ബയോഫ്ലോഗ് ടാങ്കാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം പോണ്ടിന് മാത്രമായിട്ടൊരു 59-58 രൂപ റേഞ്ചിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഫുൾ ടൈം എയറേഷൻ 24 മണിക്കൂർ ഇതിൻ്റെ എയറേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ കറണ്ടിലാണ് പൊതുവെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്നാലും അതിനൊരു ഇൻവേർട്ടർ കൂടി അത്യാവശ്യമുണ്ട്. നമ്മൾ ഇൻവേർട്ടറും 2 ബാറ്ററിയും മേടിച്ചിട്ടുണ്ട്. 150-ൻ്റെ 2 ബാറ്ററിയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ മേടിച്ചിരിക്കുന്നത്, പ്ലസ് അതിൻ്റെ ഇൻവേർട്ടറും കൂടി. അപ്പോൾ ഇത് ഏകദേശം 92,000 രൂപ ഇതിൻ്റെ ഒരു മുടക്കമില്ലായിട്ട് ഈ ടാങ്കിനും അതിൻ്റെ എയറേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്ര രൂപക്ക് ഫുൾ ടോട്ടൽ മീനും തീറ്റയും എയറേഷനും കൂടി? ഇപ്പോൾ നമ്മൾ മീൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു SD 536 എന്ന് പറഞ്ഞ ഒരു സിലോപ്പിയുടെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു സീഡാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. ഏകദേശം നമ്മൾ 1500 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. ₹1.70 വെച്ചാണ് ഒരു സീഡിന്, ഒരു വിത്തിന് നമുക്ക് ചിലവായിരിക്കുന്നത്. ഏകദേശം 2550 രൂപയോളം നമുക്ക് മീൻ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കാനായിട്ടുള്ള മുടക്കമില്ലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ചെയ്യാൻ എത്ര എമൗണ്ട്? ഫുൾ എമൗണ്ട് നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ചെയ്തെങ്കിൽ ഇത് മൊത്തം ചെയ്യാൻ എത്ര രൂപ വരും? 1 ലക്ഷം രൂപ പറ്റുമല്ലോ നമുക്ക് ചെയ്യാൻ? ഇത് ഏകദേശം 1 ലക്ഷം രൂപ അടുത്തോളം വരും. നമ്മൾ മീനും തീറ്റയും അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള അമോണിയ, pH, അതിൻ്റെ പിന്നെ EMN സൊല്യൂഷൻ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 95 രൂപ 98 രൂപ ലെവലിലോട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതിന് പിന്നെ തീറ്റ കൂടുതൽ എടുത്ത് വെക്കുന്നവരുണ്ട്, കുറഞ്ഞ് എടുത്ത് വെക്കുന്നത്. ഞാൻ എന്തായാലും കുറച്ച് തീറ്റ മേടിച്ചില്ല. അപ്പോൾ അത്രയും ചിലവ് എനിക്ക് ആയിട്ടില്ല. ഞാൻ ആഴ്ചക്കണക്കിനൊക്കെയാണ് തീറ്റ മേടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്രയും രൂപ ആയിട്ടില്ല. എന്നാലും ഏകദേശം 95 രൂപ 98 രൂപ റേഞ്ച്, 1 ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്ന റേഞ്ചിൽ വരുന്നുണ്ട് കാര്യങ്ങൾ. എന്താ ചേട്ടാ ബയോഫ്ലോഗിന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? ബയോഫ്ലോഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൃത്രിമമായ ഒരു കുളം നിർമ്മിച്ച് അതിൽ മീനുകളെ നിക്ഷേപിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ബാക്ടീരിയാസിനെയൊക്കെ നമ്മൾ ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ, ബാക്ടീരിയനെയൊക്കെ സൃഷ്ടിച്ച് അതിൽ കൂടി മീൻ വളർത്തുന്ന ഒരു രീതിയാണ് ബയോഫ്ലോഗ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നിലവിൽ കുളങ്ങളോ അല്ലെങ്കിൽ തോടുകളോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ കുളങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്കിതിനോടൊരു ക്രൈസ് തോന്നി, മീൻ വളർത്തണം എന്ന ക്രൈസ് തോന്നിയിട്ട് അതിൻ്റെ ആഗ്രഹത്തോടുകൂടി ഞാൻ പുറപ്പെട്ടപ്പോൾ എനിക്ക് കുറച്ച് കൂട്ടുകാരിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടതിന് പ്രകാരം ഇങ്ങനെ ഒരു ആശയം തോന്നി. ആ ആശയത്തിൻ്റെ പുറകെ സഞ്ചരിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഈ ബയോഫ്ലോഗ് എന്ന് പറഞ്ഞ ടാങ്ക് നിർമ്മിക്കുക, അതിൻ്റെ അകത്ത് മീനിടുക എന്നുള്ള ആശയം മുന്നിൽ വരുത്തും. പൊതുവേ നമുക്ക് സ്ഥല സൗകര്യം കുറവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കുളത്തിൻ്റെയൊക്കെ ലഭ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് നമുക്കത് കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഇതൊരെണ്ണം ഞാനും നിർമ്മിച്ചത്. പൊതുവേ നമുക്ക് കുളത്തിലിടുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് മീൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാവുന്നതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, അമോണിയ pH ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കുളത്തിൽ വളർത്തുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് മീൻ ഇതിനെ ഇടാമെന്ന് ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ ഒരു ആശയത്തിൻ്റെ പുറകിലാണ് ഞാൻ സഞ്ചരിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ആശയം പലരിൽ നിന്ന് ലഭിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇതൊരെണ്ണം ഇടാനായിട്ട് സാഹചര്യം ഒരുക്കിയത്. ഒരാൾ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് കാര്യങ്ങൾ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ടൊക്കെ ഒരാൾ, അല്ലെങ്കിൽ ഞാനും പുതിയ ഒരാൾ തന്നെയാണ്. അപ്പം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെയാണ് ഞാൻ മുന്നേറുന്നത്. അതുപോലെ നമ്മളും മുന്നേറുന്നതായിരിക്കും നല്ലത്. കാരണം വെള്ളം എപ്പോഴും ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ pH മീനുകളുടെ വളർച്ചയ്ക്കും അതിൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും നല്ലൊരു ഇതാണ് pH, അമോണിയ എന്ന് പറയുന്ന സാധനങ്ങൾ. അത് എപ്പോഴും ചെക്ക് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, അതിൽ തന്നെ പറഞ്ഞാൽ ബാക്ടീരിയാസ് അത് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ്ലോക്ക് ഡെവലപ്പ് ആവും.
ആ ഫ്ലോക്കിൻ്റെ കണ്ടന്റ് നമ്മൾ നോക്കണം. പിന്നെ ഇത്രയും മീനുകൾ ഒരുപാട് നമ്മൾ കൂട്ടിയിട്ട് വളർത്തുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്ത് ഓക്സിജൻ്റെ ലഭ്യത എപ്പോഴും ഉറപ്പുവരുത്തേണ്ട വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എയറേഷൻ ഫുൾ ടൈം ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. എയറേഷൻ വഴി അവർക്ക് ഫുൾ ടൈം ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കുക. ആ ഓക്സിജൻ്റെ ലഭ്യത നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പൊതുവായിട്ട് തീറ്റ കൊടുക്കുന്ന ക്രമം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മീനുകൾക്ക് ആവശ്യത്തിൽ കൂടുതൽ തീറ്റ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മീനുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. കാരണം തീറ്റ കൂടുതലായി വരികയും മീനുകൾ അത് ഭക്ഷിക്കാതെ വരുമ്പോൾ അമോണിയ ഫോം ആവുകയും ആ അമോണിയ നമ്മുടെ വെള്ളത്തെ വളരെയധികം മലിനമാകുകയും അതായത് മീനുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതിനകത്ത് സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ pH, അമോണിയ, ഓക്സിജൻ ലഭ്യത ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നമ്മളിങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിച്ച് വേണം ഇത്തിരി കൈകാര്യം ചെയ്യാമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ വീഡിയോസ് എന്നെ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെല്ലൈക്കൺ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.